ഹായ്, നമുക്കൊരു നെല്ലിക്ക വെള്ളത്തിലിട്ടത് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഏകദേശം ഇത് 1/2 കിലോയോളം നെല്ലിക്ക ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്, നല്ലപോലെ കഴുകി വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വെള്ളത്തിലിട്ടത്. അപ്പം ഞാൻ 1/2 കിലോ നെല്ലിക്ക അച്ചാറിടുന്നതിന് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 സ്പൂണ് ഉപ്പിടുവാണ്. തിളച്ചതിന് ശേഷമാണ് നമ്മളത് ഉപ്പിടുന്നത്. 3 സ്പൂണോളം ഉപ്പിട്ടു. അപ്പം അതിന് ശേഷം ഇഞ്ചി അരിഞ്ഞ് വെച്ചത് വെള്ളത്തിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് എടുത്തിട്ടു. പിന്നെ മുളക്, പച്ചമുളക് ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതൊന്ന് നല്ലതായിട്ട് നമുക്കിത് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഈ നെല്ലിക്ക ഇടാനായിട്ട്. തീ ഓഫ് ചെയ്തിട്ട്. അപ്പം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഇതൊരിക്കലും നെല്ലിക്ക വേവിക്കത്തില്ല. അപ്പോൾ ആ പച്ച നെല്ലിക്ക തന്നെയാണ് ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ തീ വേണ്ട, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി തീ ഓഫാക്കിയിട്ട് ആ നെല്ലിക്ക ഇടാം. ഇതിനി അടച്ച് വെച്ചാൽ മതി. അപ്പം നമ്മുടെ ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേന് ഇത് നന്നായിട്ട് പാകമാവും. അപ്പം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നെല്ലിക്ക വെള്ളത്തിലിട്ടത്. നല്ല ടേസ്റ്റാണ്. ചുമ്മാ പെറുക്കി തിന്നാനും ചോറിൻ്റെ കൂട്ടത്തിൽ ഈ വെള്ളമൊക്കെ ഒഴിച്ച് നെല്ലിക്കയൊക്കെ കൂട്ടി കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ. അപ്പോൾ ഈ നെല്ലിക്കയൊക്കെ തീർന്നു കഴിയുമ്പോൾ വെള്ളം മിച്ചമുണ്ടെങ്കിൽ ഞാനിവിടെ സാധാരണ ചെയ്യുന്നത് ആ വെള്ളം എടുത്തിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് അരച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും കറിക്കൊക്കെ ആയിട്ട് അരപ്പായിട്ടൊക്കെ ചേർക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.